നമസ്കാരം. നിലമ്പൂരിൽ പ്രചരണത്തിന് ശശി തരൂർ ഉണ്ടാകില്ല. ആ 18-ന് മാത്രമേ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂർ കേരളത്തിലേക്ക് എത്തൂ. നയതന്ത്ര ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടി പൂർത്തിയാക്കാനുള്ളതുകൊണ്ടാണ് കേരളത്തിലേക്ക് വരാൻ വൈകുന്നത്. നിലമ്പൂരിൽ 19-നാണ് തിരഞ്ഞെടുപ്പ്. പരസ്യ പ്രചരണം 17-ന് തീരും. അതുകൊണ്ട് 18-ന് കേരളത്തിലെത്തുന്ന തരൂരിനെ പ്രചാരണത്തിൽ നിറയ്ക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഉപതെരഞ്ഞെടുപ്പ് വേദികളിൽ യുവാക്കളെ ആകർഷിക്കാൻ കോൺഗ്രസ് പലപ്പോഴും താരപ്രചാരകനാക്കിയത് തരൂരിനെയായിരുന്നു. അടുത്ത കാലത്ത് നടന്ന മിക്ക ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും UDF-നും വേണ്ടി റോഡ് ഷോ നടത്തിയിട്ടുണ്ട് തരൂർ. കോൺഗ്രസ് വിടുമെന്ന ഊഹാപോഹങ്ങൾക്കിടെ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘത്തിൽ ഉൾപ്പെട്ട ശശി തരൂർ ഡൽഹിയിലെത്തി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം പുകഴ്ത്തുന്ന തരൂരിനെതിരെ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസിനുള്ളിലും ആശയക്കുഴപ്പമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ തരൂരിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പാർലമെന്റിന്റെ വിദേശകാര്യങ്ങൾക്കായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടും തരൂരിനെ ഉൾപ്പെടുത്താതിരുന്നത് ഹൈക്കമാൻഡിനുള്ള നീരസം കാരണമാണ്. ഈ ചർച്ചകൾക്കിടയിലാണ് നിലമ്പൂരിലെ പ്രചരണം തരൂർ ഒഴിവാക്കുന്നത്. ചില നയതന്ത്ര ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലേക്ക് യാത്ര വൈകുന്നതെന്നാണ് തരൂരുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നത്. എന്നാൽ തരൂർ നിലമ്പൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്ന നിലപാടാണ് KPCCക്ക് അടക്കമുള്ളത്. നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അത് ലംഘിച്ച് സ്ഥാനാർത്ഥിയായത് മുതൽ തുടങ്ങുന്നു തരൂരിനോടുള്ള അകൽച്ച. അന്ന് തരൂരിന് ലഭിച്ച വോട്ടുകൾ നേതൃത്വത്തെ ഞെട്ടിക്കുകയും ചെയ്തു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായതിനാൽ മാത്രമാണ് അദ്ദേഹത്തെ പിന്നീട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത്. പഹൽഗാമിൽ കേന്ദ്ര സർക്കാർ വാദങ്ങൾ ഉയർത്തി വലിയ നയതന്ത്ര ഇടപെടലാണ് തരൂർ നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ പല വാദങ്ങളെയും ഇതിലൂടെ പൊളിക്കാനും BJPക്കായി. അതുകൊണ്ട് തന്നെ തരൂരിനെതിരെ കോൺഗ്രസിൽ രാഹുൽ അനുകൂലികൾ പടപ്പുറപ്പാടിലാണ്. അതിനിടയിലാണ് നിലമ്പൂരിൽ തരൂർ പ്രചരണത്തിനെത്തുമോ എന്ന ചോദ്യം സജീവമായത്. അതിനിടെ ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് താൻ ലോകരാജ്യങ്ങളിൽ സംസാരിച്ചതെന്നും ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനുള്ള സമയമല്ല ഇതെന്നും തരൂർ പ്രതികരിച്ചിട്ടുണ്ട്. ഭാരതീയനായിട്ടാണ് ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പോവുകയാണ് ഉണ്ടായത്. ഭാരതത്തിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു തൻ്റെ കടമ. ആ കടമ പൂർത്തിയാക്കിയതായും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ തരൂർ വിവാദങ്ങൾക്ക് മറുപടി പിന്നീട് പറയാമെന്നും പ്രതികരിച്ചു. വൈകിട്ട് പ്രധാനമന്ത്രി മോദി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൻ്റെതായ റിപ്പോർട്ട് കൈമാറും. 5 രാജ്യങ്ങളിൽ പോയിരുന്നു. എല്ലാ രാജ്യത്തു നിന്നും പിന്തുണ ലഭിച്ചു. കൊളംബിയ ആദ്യം പാകിസ്ഥാനെ പിന്തുണച്ചെങ്കിലും പിന്നീട് അത് തിരുത്തിയെന്നും ശശി തരൂർ പറഞ്ഞു. മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കയുടെ വാദത്തിനെ പറ്റിയുള്ള ചോദ്യത്തിനും തരൂർ മറുപടി നൽകി. അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ വൈസ് പ്രസിഡന്റിനെ അടക്കമുള്ളവരെ കണ്ടു. തങ്ങളോട് സംസാരിക്കുമ്പോൾ ആരും വ്യാപാരത്തിന്റെ കാര്യമോ മധ്യസ്ഥതയുടെ കാര്യമോ പറഞ്ഞില്ലെന്ന് വ്യക്തമാക്കിയ തരൂർ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചാൽ തങ്ങൾ മറുപടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതായും പറഞ്ഞു. പാകിസ്ഥാൻ നിർത്തിയാൽ തങ്ങളും നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അമേരിക്ക പാകിസ്ഥാനെ അറിയിച്ച് അവരെ കൊണ്ട് നിർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിനന്ദനീയമാണ്. തങ്ങൾ ആരുടെയും മധ്യസ്ഥത ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തരൂർ പറഞ്ഞു. ഈ വാക്കുകളെല്ലാം കോൺഗ്രസിന്റെ മോദി വിരുദ്ധ നിലപാടിന് എതിരാണ്. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം മോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം പുകഴ്ത്തുന്നതിലൂടെ കോൺഗ്രസിന് അനഭിനന്ദനായ തരൂർ പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. പാർട്ടി വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി തരൂരിനെതിരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC ശക്തമായ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടേക്കുമെന്ന് കൂടി റിപ്പോർട്ടുണ്ട്. തരൂരിനെ ശാസിച്ച് നേർവഴിക്കാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയതോടെ കാര്യങ്ങൾ വീണ്ടും വഷളായെന്ന് സൂചനയുണ്ട്. സർവകക്ഷി സംഘവുമൊത്ത് വിദേശത്ത് പോയ ശേഷം മോദിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമായ പ്രസ്താവനകൾ തരൂർ നടത്തിയത് കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടില്ലെന്നതാണ് വസ്തുത.